ഞാൻ എൻ്റെ കുഞ്ഞുപെണ്ണിനെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും അച്ഛൻ്റെ കൂടെ രാവിലെ പോകുന്നു, വൈകിട്ട് അച്ഛൻ തിരിച്ചു കൊണ്ടുവരുന്നു, അങ്ങനെയാണല്ലോ. ഇന്ന് ഏട്ടന് തൊടുപുഴ വരെ പോകേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട് ഞാനാണ് കേട്ടോ പോകുന്നത്. അപ്പം പോയ വഴിക്ക് ചെറുതായിട്ടൊന്ന് മഴ പെയ്തു. പക്ഷേ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ മഴ പെയ്താൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഓർത്തങ്ങ് പോയപ്പോഴേക്കും പെട്ടെന്ന് തന്നെ മഴ പോയി. അത് ചാറി പോയതുള്ളൂ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ കാണുമ്പോൾ അവളുടെ റിയാക്ഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. എന്തായാലും വേഗം തന്നെ അങ്ങ് വഴി എത്തിയിട്ടുണ്ട്. പിന്നെ ആദ്യമായിട്ട് ഒരു 3-4 തവണയൊക്കെ ഞാനിങ്ങനെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളൂ. ഒരു വട്ടം ഇങ്ങനെ രാവിലെയും പോയിട്ടുണ്ട്. അത് ഏട്ടൻ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ എന്നെ കണ്ടപ്പോൾ അവൾ ആദ്യം ഞാൻ ഒന്ന് ഞെട്ടുകയാണ് കേട്ടോ ചെയ്തത്. അത് ഇതിൽ കിട്ടിയിട്ടില്ല. കാരണം അങ്ങ് ആ ടേബിളിൻ്റെ ബാക്കിലായിട്ടാണ് പുള്ളിക്കാരി ഇരുന്നത്. പിന്നെ എന്നെ കണ്ടപ്പോഴേക്കും ഓടി വന്നു. ബാഗ് എടുക്കാൻ മറന്നുപോയി. സാധാരണ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാഗ് എടുത്തിട്ടാണ് അകത്തുനിന്ന് വരാറ്. ഇതിപ്പോൾ ബാഗ് എടുക്കാൻ മറന്നുപോയി. പിന്നെ ടീച്ചർ എനിക്ക് ബാഗൊക്കെ എടുത്തുകൊണ്ട് തന്നു കേട്ടോ. അങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു, അമ്മ എന്താ വന്നേ, അച്ഛൻ എന്തേ, അച്ഛൻ എവിടെ പോയി, അച്ഛൻ എന്നെ വരാതെന്നൊക്കെയാണ് ഇത്ര നേരം ചോദിച്ചത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നെ കണ്ടിട്ട് നിനക്ക് സന്തോഷമൊന്നും തോന്നില്ലെന്ന് ചോദിച്ചപ്പോൾ പിന്നെ സന്തോഷമുണ്ട് എന്നൊക്കെ കുറേ തവണ പറഞ്ഞിട്ട് ചിരിക്കുന്ന ചിരിയാണ് കേട്ടോ. അങ്ങനെ എനിക്ക് ഉമ്മയൊക്കെ തന്നു. കൊച്ചിന് ഭയങ്കര സന്തോഷമായി. ഇങ്ങനെ നടന്നങ്ങനെ പോകുന്നില്ലല്ലോ. അങ്ങനെ കുറച്ച് നേരം എടുത്തിട്ട് പിന്നെ ഞാൻ നടക്കാമെന്ന് പറഞ്ഞ് നടക്കുന്ന ഭാഗമാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത്. അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് അവൾക്കിടെ ആ ഒരു ഇതിൽ നിന്നും മനസ്സിലായി, ഒരു രീതിയിൽ നിന്നും മനസ്സിലായി. പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ അവിടെ ഒരു ചെറിയ കടയുണ്ട്. അപ്പോൾ ഞാൻ എന്ന് തിരിച്ച് വിളിച്ചുകൊണ്ട് വരികയാണെങ്കിലും അവിടെ കയറി എന്തെങ്കിലും ഒരു മിഠായി കുഞ്ഞായിട്ട് ആ കടയുടെ അവിടെ എത്തുമ്പോഴത്തേക്കും സൈഡിലേക്ക് ഒരു വലിവ് വരും കടയിൽ കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ കടലമിഠായി മതിയോ എന്ന് ചോദിച്ചപ്പോൾ പറ്റില്ല, അത് ഈ മിഠായി മതി എന്ന് പറഞ്ഞു. അതിൽ മറ്റേ ചോക്കോബായി മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആ ചോക്കോബായി 2 വാങ്ങിച്ചു. അതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലോട്ട് തന്നെ പോകുന്നു കേട്ടോ. എന്തെങ്കിലും ഒരു കുഞ്ഞു മിഠായി മതി. പക്ഷേ ഇന്നിപ്പോൾ അത് കണ്ടപ്പോൾ കേക്ക് പോലത്തെ ആയതുകൊണ്ട് അത് മതി എന്ന് പറഞ്ഞാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് നടന്നു. എന്നിട്ട് വഴി വെച്ച് തന്നെ ഒരെണ്ണം പൊട്ടിച്ച് തരുമോ, 2 ഒരെണ്ണം വാവിക്ക് കൊടുക്കുക, ഒരെണ്ണം പൊട്ടിച്ച് തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരെണ്ണം പൊട്ടിച്ച് കൊടുത്തു. അങ്ങനെ നമ്മൾ മിഠായിയൊക്കെ കഴിച്ച് പോരാണ് കേട്ടോ. പിന്നെ മെയിൻ റോഡിലേക്ക് എത്തിയപ്പോഴത്തേക്കും ഞാൻ കുഞ്ഞിനെ എടുത്തു. കാരണം കുറച്ച് വീതി കുറവായതുകൊണ്ട് ബസ്സൊക്കെ വരുമ്പോഴേക്കും നമുക്ക് കുഞ്ഞും കൂടെ നടക്കുമ്പോഴേക്കും. അങ്ങനെ നമ്മൾ വേഗം വീടെത്തി. പിന്നെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ടാറ്റ കൊടുക്കാൻ ചോദിച്ചപ്പോൾ എന്നോട് പറയാം, എൻ്റെ കയ്യിൽ പൂവും കേക്കും ഉണ്ടല്ലോ അത്. അങ്ങനെ 2 കയ്യിലും ഓരോന്നായതുകൊണ്ട് ഞാൻ തന്നെ ടാറ്റ വരാമെന്ന് വെച്ചു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.